വർക്കലയിൽ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് ചവിട്ടി തള്ളിയിട്ട പ്രതിയുടെ തിരിച്ചറിയൽ പരേഡിന് അനുമതി ലഭിച്ചു. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതി സുരേഷിന് തിരിച്ചറിയൽ പരേഡ് നടത്താൻ അനുമതി നൽകിയത്. സിജോ വി ജോൺ ചേരുന്നു. സിജോ, എന്തൊക്കെയായിരിക്കും നടപടി? ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് തിരിച്ചറിയൽ പരേഡ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിരുന്നു. ഇന്ന് ഇതിന് അനുമതി നൽകിക്കൊണ്ട് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിട്ടുണ്ടോ. ഒന്നെങ്കിൽ ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെയോ ഇതിന്റെ തിരിച്ചറിയൽ പരേഡ് നടക്കുകയും ചെയ്യും. ഇതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ അർച്ചനയെ, അന്ന് ട്രെയിനിലുണ്ടായിരുന്ന അർച്ചനയെ ജയിലിലെത്തിക്കും. അതിനുശേഷം അവിടെ വെച്ചാണ് അതിന്റെ നടപടിക്രമങ്ങൾ നടത്തുക. എന്തായാലും ഇത് അന്വേഷണത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, ഒരു സമയമാണ് ഇതെന്നുള്ളത്. ഈ അർച്ചന ഈ സുരേഷിനെ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനുശേഷം ഈ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. ഇതിന്റെ അന്വേഷണം തുടരുകയാണ്. ഇതിന് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. അതിനുശേഷം ഈ സംഭവം ഉണ്ടായ ട്രെയിനിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ അർച്ചനയെയും അതോടൊപ്പം തന്നെ ശ്രീകുട്ടിയെ ആക്രമിക്കുന്ന സമയത്ത് ആ ട്രെയിനിൽ ഉണ്ടായിരുന്ന ചുമപ്പ് ഷർട്ട് ധരിച്ച ഒരാളുണ്ട്. അയാളെ ചിത്രങ്ങളൊക്കെ അന്വേഷണ സംഘം പുറത്തുവിട്ടിരുന്നു. അയാളായി ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു സാക്ഷിയാണ്. പക്ഷെ അയാൾ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഉടൻ തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് റെയിൽവേ പോലീസ് ഉള്ളത്. ശരി സിജോ.